Hello my dear students, welcome to our new class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ സർഫസ് ഏരിയയും അതുപോലെ വോളിയം ആണ് പഠിക്കുന്നത്. പക്ഷെ എന്തിന്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ വോളിയം ആണ് പഠിക്കുന്നത്, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സോളിഡ് ഫിഗേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ദാ ഇവിടെ നമ്മുടെ ബോർഡില് ഇവിടെ എന്താ കൊടുത്തേ, കുറെ പിക്ചേഴ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം ഉണ്ട്, സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ്. അതുപോലെ തന്നെ കുറച്ച് ഫിഗേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗേഴ്സ് എന്തിനാ കൊടുത്തേ, നമ്മൾ ഈ ഒരു ഫിഗേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് സോളിഡ് ഫിഗേഴ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. കാണുമ്പോ തന്നെ ഈ ഒരു പിക്ചർ നോർമൽ ആയിട്ടുള്ള ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ ആണോ ഇവിടെ? അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. സോളിഡ് ഫിഗേഴ്സ് ആണ് അല്ലെ. നമുക്ക് നോക്കാം. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ അതിനായിട്ട് നമ്മുടെ സെക്കൻഡ് പേജില് സോളിഡ് ഫിഗേഴ്സ് കാണുന്നില്ലേ, സോളിഡ് ഫിഗേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് സർഫസ് ഏരിയ വോളിയം പഠിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. അതിന് നമുക്ക് അറിയേണ്ടത് സോളിഡ് ഫിഗേഴ്സ് എന്താണെന്ന് അറിയണം. നമ്മൾ സോളിഡ് ഫിഗേഴ്സിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ എന്താ കൊടുത്തത്, എ സോളിഡ് ഫിഗർ ഓൾസോ നോൺ ആസ് 3-dimensional ഷേപ്പ് അല്ലെ. അതായത് 3 വരുന്ന, എന്താണ് ഈ 3 എന്ന് പറയുന്നത്, 3-dimensional ഫിഗേഴ്സ് എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3D ഫിഗേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 3D ഫിഗേഴ്സ്. അതായത് ഈ 3Dയുടെ ഫുൾ ഫോം ആണ് നമ്മുടെ 3-dimensional ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോളിഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 3-dimensional ഫിഗേഴ്സ് ആണ്. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അതായത് 3 dimensions ഉണ്ടാവും. വാട്ട് ഇസ് ദി ഡയമെൻഷൻ? എന്താ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ 2D പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, ഇതൊക്കെ നമ്മുടെ 2D ആണ്. നമുക്കൊരു പ്ലെയിനിൽ അതിനെ വരച്ചെടുക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പേപ്പറിൽ നമുക്ക് ഈ സ്ക്വയറും റെക്ടാങ്കിളും ഒക്കെ വരയ്ക്കാൻ പറ്റും. അതാണ് നമ്മുടെ 2D ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2D ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ 2 dimensions ഉണ്ടാവുള്ളൂ, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ആൻഡ് വിഡ്ത്ത് അങ്ങനെ പറയാം നമുക്ക് അല്ലെ. പക്ഷെ നമ്മുടെ സോളിഡ് ഫിഗേഴ്സ് 3D ഫിഗേഴ്സ്, അതായത് 3-dimensional ഫിഗേഴ്സ് ആണ്. അപ്പൊ അതിന് 3 dimensions ഉണ്ടാകും. ദാറ്റ് മീൻസ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. കണ്ടില്ലേ ഇവിടെ, ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഇവര് 3 പേരും ഉണ്ടായിരിക്കും. അതായത് 3 dimensions ഉണ്ട്. സോ ഈ 3 dimensions വരുന്ന ഫിഗേഴ്സ് ആണ് നമ്മുടെ 3D ഫിഗേഴ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ സോളിഡ് ഫിഗേഴ്സ്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഫിഗേഴ്സിന്റെ സർഫസ് ഏരിയയും വോളിയവും നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പം അടുത്ത എന്താണ് കൊടുത്തത്, എ സോളിഡ് ഫിഗർ ടേക്സ് അപ്പ് സ്പേസ് ആൻഡ് ദി വോളിയം ഓഫ് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പം ഇങ്ങനത്തെ സോളിഡ് ഫിഗേഴ്സ് എന്താവും, ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഒരു വോളിയം എന്ന് പറയാം. അങ്ങനെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അതിന്റെ വോളിയം ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ സിംപിളി പറഞ്ഞാൽ ഒരു കപ്പാസിറ്റി അല്ലെ, നമുക്ക് പറയാം ഒരു കപ്പാസിറ്റി ആണ്. ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു വെസൽ എടുക്കുകയാണെങ്കിൽ, സോ അതിന്റെ അകത്ത് നമുക്കിപ്പം കുറച്ച് നമ്മൾ എന്തെങ്കിലും വാട്ടർ ഒക്കെ ഫില്ല് ചെയ്യുവാണ്. അപ്പം അവിടെ അതിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവിടെ എത്ര വെള്ളം കൊള്ളും, ആ ഒരു പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളുന്നുണ്ട്. സോ അത് അതിന്റെ കപ്പാസിറ്റി ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ അത് മാത്തമാറ്റിക്കലി പറയുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ദി വോളിയം. അതാണ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, then the basic types of solid figures are prisms, cubes, cones, spheres, pyramids, cylinders. ഇതൊക്കെയാണ് സോളിഡ് ഫിഗേഴ്സ്. ഇവരെല്ലാരെയും കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇതിൽ കുറച്ചു പേരെ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇവരൊക്കെ സോളിഡ് ഫിഗേഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കണം. പ്രിസംസും, ക്യൂബ്സും, കോൺസും, സ്പിയേഴ്സും, പിരമിഡ്സും, സിലിണ്ടേഴ്സും എല്ലാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സോളിഡ് ഫിഗേഴ്സ്, ദാറ്റ് മീൻസ് 3-dimensional ഫിഗേഴ്സിനെ കുറിച്ചാണ്. സോ ആ ഫിഗേഴ്സിന്റെ സർഫസ് ഏരിയ ആൻഡ് വോളിയം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സർഫസ് ഏരിയ പഠിക്കും, അതിനുശേഷം നമ്മൾ വോളിയവും ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ പിക്ചേഴ്സിൽ കാണുന്നതൊക്കെ നിങ്ങളെ റിയൽ ലൈഫിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഹെഡിങ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുള്ളത്, സോളിഡ് ഫിഗേഴ്സ് ഇൻ റിയൽ ലൈഫ്. ഓക്കെ, അപ്പൊ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ മാത്സ് എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊടുത്ത ഫിഗേഴ്സ് ഒക്കെ ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഡൈ അല്ലെ. നമ്മൾ ലുഡോ ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. 6 വരെ നമ്പേഴ്സ് ഉണ്ടാവും, ഡൈ ആണ്.
ദെൻ പിന്നെ എന്താണ്, ഇത് നമ്മൾ ഡെയിലി കാണും നമ്മള് റോഡ്സിൽ അല്ലെ. നമ്മൾ റോഡിൽ എന്ത് ചെയ്യാനാണ്, നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാഫിക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെ, ട്രാഫിക്സിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം. പിന്നെ എന്താണ് നെക്സ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫുട്ബോൾ അല്ലെ. ദെൻ പിന്നെ എന്താണ് ക്യാൻ, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ വരുന്ന ക്യാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റുബിക് ക്യൂബ് ഉണ്ട് അല്ലെ, എല്ലാവരും കളിക്കുന്ന ഒരു സംഭവമാണ് ഈ റുബിക് ക്യൂബ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നോർമൽ ടിഷ്യൂ ബോക്സ് ഉണ്ട്, എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണ് ഒരു ടിഷ്യൂ ബോക്സ്. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മുടെ സോളിഡ് ഫിഗേഴ്സ് ആണ്. ദാറ്റ് മീൻസ് 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് ആണ്. അപ്പൊ ഈ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ലെങ്ത് ഉണ്ടാവും, വെഡ്ത്ത് ഉണ്ടാവും, അതുപോലെ ഹൈറ്റും ഉണ്ടാവും. ഈ 3 ഡയമെൻഷൻസും വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോളിഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന. ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻസിലും ചിലപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പറയുന്നുണ്ടാവും ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ നമ്മുടെ സോളിഡ് ഫിഗേഴ്സ് ഇൻ റിയൽ ലൈഫ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സോളിഡ് ഫിഗേഴ്സിന് ഏതൊക്കെ പാർട്സുകൾ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ നമ്മള് ഡയമെൻഷൻസ് പറഞ്ഞു, ലെങ്ത് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും, അതുപോലെ ഹൈറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ സോളിഡ് ഫിഗേഴ്സിൽ കുറച്ച് പാർട്സുകൾ ഉണ്ടാവും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സോളിഡ് ഫിഗേഴ്സ് ആർ ഡിസ്ക്രൈബ് യൂസിങ് ദി നമ്പർ ഓഫ് ഫേസസ്, എഡ്ജസ് ആൻഡ് വേർട്ടിസസ് ദേ കണ്ടെയ്ൻ. അതായത് സോളിഡ് ഫിഗേഴ്സിന് എന്തൊക്കെ ഉണ്ടാവും, സോളിഡ് ഫിഗേഴ്സിൽ ഫേസസ് ഉണ്ടാവും, എഡ്ജസ് ഉണ്ടാവും, ദെൻ പിന്നെ എന്താണ്, വേർട്ടിസസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞു സോളിഡ് ഫിഗേഴ്സ് കണ്ടെയ്ൻ ഫേസസ്, എഡ്ജസ് ആൻഡ് വേർട്ടിസസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതാ ഫസ്റ്റ് നമ്മൾ വേർട്ടെക്സ് കൊടുത്തിട്ടുണ്ട്. വേർട്ടെക്സ് കാണുന്നുണ്ടോ? സോ ഇതാണ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. അവിടെ റെഡിൽ മാർക്ക് ചെയ്തിട്ടില്ലേ? നമ്മൾ ട്രയാങ്കിൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, 3 ആംഗിൾ, 3 സൈഡ്സ് ആൻഡ് 3 വേർട്ടിസസ്, അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ ചെറിയ ക്ലാസ് മുതൽ. അപ്പൊ അവിടെ നമ്മൾ ട്രയാങ്കിളിന്റെ കേസിലാണ് പറയുന്നതെങ്കിൽ 2 സൈഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന അവിടെയാണ് നമ്മളെ വേർട്ടെക്സ് ഫോം ചെയ്യുക. അതന്നെയാണ് ഇവിടെയും. കണ്ടോ, ഇവിടെ ഇങ്ങനെ വരുന്ന സൈഡ് ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ദാറ്റ് ഇസ് ദി വേർട്ടെക്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, എഡ്ജ് ആണ്. നമ്മൾ അടുത്തത് പറഞ്ഞു എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എഡ്ജ് എങ്ങനെയാ നമ്മളൊരു സോളിഡ് ഫിഗറിൽ മാർക്ക് ചെയ്യുന്നത്? ദാ കാണുന്നില്ലേ, ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയാം. അപ്പൊ ഇവിടെ കുറെ എഡ്ജസ് ഉണ്ട്. ഈ ഒരു ഫിഗറിൽ ഒരു എഡ്ജ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് അവിടെ 1 2 3 4 5 6 7 8 9 എഡ്ജസ് വരുന്നുണ്ട് അല്ലെ ഈ ഫിഗർ കാണുമ്പോൾ. യെസ്. ഇനി അതുപോലെ നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഫേസ് ആണ്. ഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നമ്മുടെ ഫേസ് എന്ന് പറയുന്നുണ്ട് അല്ലെ, അതുപോലെ സോളിഡ് ഫിഗേഴ്സിന് നമ്മളിങ്ങനെ കാണുന്ന അതിന്റെ പാർട്ടുകൾ, ഇതാണ് ഫേസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫേസ്, അടുത്തെവിടെ, ദെൻ അതിന്റെ ബാക്കിലും താഴെയൊക്കെ വരും കേട്ടോ. ഇങ്ങനെ കാണുന്നത് മാത്രമല്ല, കാരണം നമ്മുടെ സോളിഡ് ഫിഗേഴ്സ് 3D ഫിഗേഴ്സ് ആണ്. അത് നമുക്കൊരു പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെ. നമുക്ക് അതിന്റെ ആനിമേഷൻസ് ഒക്കെ ചെയ്യാം, പക്ഷെ ഇത് കാണുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പൊ ഞാൻ കൊടുത്ത ഒരു ഫിഗറിൽ ഇത് 3D ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ കുറച്ച് ആളുകളുണ്ട് അല്ല, അതുപോലെ ഇതിന്റെ താഴെയും ഉണ്ട്. അത് നമുക്ക് ഒരു പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. 2Dനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തെടുക്കാം. ബട്ട് 3D ഒരു പ്ലെയിനിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഫിഗർ ആയിട്ട് ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, വേർട്ടെക്സ്, എഡ്ജ് ആൻഡ് ഫേസ്, ഇതാണ് നമ്മുടെ ഒരു സോളിഡ് ഫിഗേഴ്സിന് മെയിൻ കണ്ടെയ്നിങ് പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫേസസ്, എഡ്ജസ് ആൻഡ് വേർട്ടെക്സ്. സോ ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല, അത് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ആയിരുന്നു. അത് നമ്മൾ ഫിഗറും കണ്ടിട്ടുണ്ട്. ഇനി അതിൽ ഓരോന്ന് എന്താന്ന് നമുക്ക് അറിയണം അല്ലെ. വാട്ട് ഇസ് ഫേസ്? ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ ദി ഫേസ് ഓൾസോ കോൾഡ് എ സൈഡ്. ഇപ്പൊ ഒരു സൈഡാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ക്യൂബ് ഒക്കെ എടുത്ത് നമ്മൾ ഇതിവിടെ ഒരു സൈഡ്, അടുത്ത സൈഡ്, നെക്സ്റ്റ് സൈഡ് അങ്ങനെ പറയും. പക്ഷെ അതിനൊരു വേർഡ് ഉണ്ട്, ദാറ്റ് ഇസ് ഫേസ്. ഓക്കെ, അപ്പൊ സൈഡ് ആണ്. ഇറ്റ് ഇസ് ദി ഫ്ലാറ്റ് സർഫേസ്. സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു സർഫേസ് ആയിരിക്കും ഓഫ് എ സോളിഡ് ഫിഗർ. ഓക്കെ, അപ്പൊ ഫേസ് ക്ലിയർ ആയില്ലേ? നമ്മൾ നേരത്തെ കാണിച്ച ആ ഫിഗറിൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇസ് വേർ 2 ഫേസസ് മീറ്റ്. അതായത് 2 ഫേസസ് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ എഡ്ജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ ഇതാവുന്ന നോക്കിക്കേ,
കണ്ടോ, രണ്ട് ഫേസ്, ഇവിടുത്തെ ഫേസും ഇവിടുത്തെ ഫേസും മീറ്റ് ചെയ്യുന്നതാ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ ഒരു ഫേസും അപ്പുറത്തെ ഒരു ഫേസും ഉണ്ട്, അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഇതിനെ നമുക്ക് അടുത്ത എഡ്ജ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ രണ്ട് ഫേസസ് മീറ്റ് ചെയ്യുന്ന പ്ലേസ്, ദാറ്റ് ഈസ് ദി എഡ്ജ്. ഓക്കെ, then next, a vertex or a corner is where the angles of two or more faces meet. അതായത് ഫേസസ് മീറ്റ് ചെയ്യുന്ന നമ്മൾ എഡ്ജ് എന്ന് പറയും. ദെൻ അതുപോലെ തന്നെ ആ ഫേസസിന്റെ ആംഗിൾസ് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആംഗിൾസ് ഓഫ് ടു ഓർ മോർ ഫേസസ് മീറ്റ്. ടു ഓർ മോർ ഉണ്ട്. ഓക്കെ, കാരണം ഒരു ആംഗിൾ ഫോം ചെയ്യണമെങ്കിൽ ഒരുപാട് ഫേസസ് ഇങ്ങനെ മീറ്റ് ചെയ്യും. അവിടെയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? വെർട്ടെക്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദാ ഫിഗർ നോക്കിക്കോളൂ. എവിടെ നമ്മുടെ വെർട്ടെക്സ്? ദാ ഇവിടെ നോക്കിക്കേ, ദാ ഈ ഒരു എഡ്ജ്, ഇവിടുന്ന് ഒരു എഡ്ജ്, ഇവിടുന്ന് ഒരു എഡ്ജ്, ഈ എഡ്ജസ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫേസസ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ, ദാറ്റ് ഇസ് കോൾഡ് ദി വെർട്ടെക്സ്. അതാണ് നമ്മുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. വെർട്ടെക്സ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ 2D ഫിഗേഴ്സിലും പഠിച്ചിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം ഈ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്തൊക്കെ? ഫേസസ്, എഡ്ജസ് ആൻഡ് വെർട്ടിസസ് എന്ന് പറയുന്നത് ക്ലിയർ ആയി മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. നമ്മൾ സോളിഡ് ഫിഗേഴ്സിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ നമ്മുടെ ചാപ്റ്ററിന്റെ മെയിൻ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല. അത് നമ്മുടെ സർഫസ് ഏരിയയും വോളിയവും ആണ്. പക്ഷെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ സോളിഡ് ഫിഗർ എന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ സോളിഡ് ഫിഗേഴ്സ് എന്താന്ന് നമുക്കൊരു ഐഡിയ കിട്ടി അല്ലെ? 3D ഫിഗേഴ്സ് ആണ്. സോ അതിന് എന്തൊക്കെ ഉണ്ടാവും? ലെങ്ത് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സർഫസ് ഏരിയ നോക്കാം. എന്താണ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ? ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് 2D ഫിഗേഴ്സിന്റെ ഏരിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സർഫസ് ഏരിയ ആണ്. അതായത് നമ്മൾ ഏരിയ തന്നെയാണ്, അത് നമ്മുടെ 3D ഫിഗേഴ്സിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സോളിഡ് ഫിഗേഴ്സിലോട്ട് വരുമ്പോൾ അത് സർഫസ് ഏരിയ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്? ദി ഏരിയ ഓഫ് ഓൾ ദി ഫേസസ് ഓഫ് ദി സോളിഡ് ഷേപ്പ് ഇസ് ദി ടോട്ടൽ സർഫസ് ഏരിയ TSA ഓഫ് ദാറ്റ് ഫിഗർ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു സോളിഡ് ഫിഗേഴ്സിൽ ഫേസസ് വരുന്നുണ്ട് എന്ന് അല്ലെ? നമ്മളെ സൈഡ്സ് ആണ് ഫേസസ് എന്ന് പറയുന്നത്. ആ ഫേസസിന്റെ എത്ര ഫേസസ് ഉണ്ടോ ആ ഫേസസിന്റെ എല്ലാത്തിന്റെയും കൂടെ ഏരിയ, ഓക്കെ, അതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഓക്കെ, സർഫസ് ഏരിയ കാണുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ടേം കാണാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് നമ്മൾ ഇനി പറയും. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ, നമുക്ക് ചുമ്മാ അങ്ങ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ മതിയില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നോക്കാം. കാരണം എന്താ വെച്ചാൽ അതിന് കൂടെ വേറൊരാളും കൂടെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് മനസ്സിലായല്ലോ. ടോട്ടൽ സർഫസ് ഏരിയനെ നമ്മൾ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് TSA എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഷോർട്ട് ഫോം ആണ്. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഷോർട്ട് ഫോം ആണ് TSA. സോ അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിഡ് ഫിഗേഴ്സിന്റെ എല്ലാ ഫേസസിന്റെയും കൂടെ ഏരിയ, അതാണ് ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, ദെൻ ദി യൂണിറ്റ് ഓഫ് എ സർഫസ് ഏരിയ സ്ക്വയർ യൂണിറ്റ്. നമുക്കറിയാം ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്ക്വയർ യൂണിറ്റ്സ് ആണ് വരിക. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ ആവുമ്പോഴും അവിടെ എന്ത് വരും? സ്ക്വയർ യൂണിറ്റ്സ് വരും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് മീറ്ററിലാണെങ്കിൽ അവിടെ മീറ്റർ സ്ക്വയർ വരും, പിന്നെ സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ എപ്പോഴും സ്ക്വയർ യൂണിറ്റ് ആണ്. ഓക്കെ, സ്ക്വയർ യൂണിറ്റ് ആണ് വരുന്നത്. യെസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞു എന്തിനു നമ്മൾ ഈ സർഫസ് ഏരിയനെ എപ്പോഴും ഇങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? യെസ്, അതെന്തുകൊണ്ടാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇവിടെ കൊടുത്തത്? ലാറ്ററൽ ഓർ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വിളിക്കുന്നുണ്ട്. ഒറ്റ ഒരു സർഫസ് ഏരിയ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാ ഫേസസിന്റെയും കൂടെ ഏരിയയുടെ സമ്മാണ് ടോട്ടൽ സർഫസ് ഏരിയ. അതുപോലെ തന്നെ ഒരാളും കൂടെ ഉണ്ട്, ലാറ്ററൽ ഓർ കർവ്ഡ് സർഫസ് ഏരിയ. സോ വാട്ട് ഇസ് ദിസ് ലാറ്ററൽ സർഫസ് ഏരിയ? എന്താ ഈ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാ ഫേസും കൂടെ ഉണ്ട് അല്ലെ? പക്ഷെ നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ വരുമ്പോൾ നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അതായത് ടോപ്പ് പാർട്ടിന്റെ ടോപ്പിൽ ഒരു ഫേസ് ഉണ്ടാവുമല്ലോ, അതുപോലെ ബോട്ടത്തിലും ഫേസ് ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യാതെ ബാക്കി വരുന്ന സറൗണ്ടിങ്സിൽ വരുന്ന എന്താ എടുക്കുക? ഫേസസിന്റെ ഏരിയാസ് ആണ്. എല്ലാം കൂടെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ. രണ്ടും സെയിം ആണ് കേട്ടോ.
കേർവ് ആയിട്ട് വരുന്ന സർഫസ് ആവുമ്പോൾ നമ്മൾ അതിനെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് വിളിക്കുന്നു. അപ്പൊ ദി സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ് ഷേപ്പ് ആഫ്റ്റർ ലിവിംഗ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഫേസ് ഓഫ് ദി ഫിഗർ ഇസ് കോൾഡ് ദി ലാറ്ററൽ സർഫസ് ഏരിയ LSA ഓഫ് ദി ഷേപ്പ്. അതായത് നമ്മുടെ സോളിഡ് ഫിഗേഴ്സിന്റെ ടോപ്പിലും ബോട്ടത്തിലും വരുന്ന ഫേസസിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല, അതിനെ ലീവ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ ലിവിംഗ് ടോപ്പ് ആൻഡ് ബോട്ടം ഫേസ് ഓഫ് ദി ഫിഗർ ഇസ് കോൾഡ് ദി ലാറ്ററൽ സർഫസ് ഏരിയ. സോ ലാറ്ററൽ സർഫസ് ഏരിയനെ നമുക്ക് ഷോർട്ട് ആയിട്ട് LSA എന്ന് വിളിക്കാം. ഓക്കെ, കൂടുതലായിട്ട് ടീച്ചേഴ്സ് ഒക്കെ ആ ഒരു ടേം ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക, LSA, TSA. അപ്പൊ TSA മീൻസ് ടോട്ടൽ സർഫസ് ഏരിയ, LSA മീൻസ് ലാറ്ററൽ സർഫസ് ഏരിയ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സർഫസ് ഏരിയ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വോളിയം ഉണ്ട്, പക്ഷെ ആദ്യം നമ്മൾ സർഫസ് ഏരിയ ആണ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ വോളിയൂംസ് പഠിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഏരിയ എ സ്ക്വയർ യൂണിറ്റ്. ടോപ്പും ബോട്ടവും ഒഴിവാക്കി എന്ന് വിചാരിച്ചാൽ അവിടെ യൂണിറ്റിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അത് സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പൊ ലാറ്ററൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ടോപ്പും ബോട്ടവും എടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ലീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ടോട്ടൽ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് വേണം? എല്ലാ ഫേസസിന്റെയും ഏരിയാസ് കൺസിഡർ ചെയ്തിട്ടേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? യെസ്. അപ്പൊ ഇനി കാണുന്ന ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുണ്ടാവും അല്ലെ, ഒരു ഹാപ്പി ഫേസ് വന്നിട്ടുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. എന്താണത്? ഐസ്ക്രീം അല്ലെ, അതും കോൺ ആണ്. കോൺ ഐസ്ക്രീം ആണ് കാണുന്നത് അല്ലെ, കോൺ. അപ്പൊ നമ്മൾ അവിടെ ഒരു വേർഡ് യൂസ് ചെയ്തു, അതായത് ആ ഒരു ഷേപ്പിൽ ഐസ്ക്രീം ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇതിനെ കോൺ ഐസ്ക്രീം എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഷേപ്പാണ് നമ്മൾ പഠിക്കുന്ന ഒരു സോളിഡ് ഫിഗറിൽ വരുന്ന ഒരു ഫിഗർ ആണ് നമ്മുടെ കോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ റൈറ്റ് സർക്കുലാർ കോണിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, സോളിഡ് ഫിഗേഴ്സ് പഠിച്ചപ്പോ കുറെ സോളിഡ് ഫിഗേഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്യൂബ്സ്, കോൺസ്, പിരമിഡ്സ്, സിലിണ്ടേഴ്സ്, പ്രിസംസ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോയി. അപ്പൊ നമ്മൾ അതിനകത്ത് കോണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോണിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് പഠിക്കാൻ പോകും. നമ്മുടെ സർഫസ് ഏരിയ ആൻഡ് വോളിയത്തില് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് റൈറ്റ് സർക്കുലാർ കോൺ ആണ്. അപ്പൊ അതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് നമ്മുടെ കോൺ ഐസ്ക്രീം അല്ലെ. ഇതൊരു കോൺ ഷേപ്പിന്റെ അകത്ത് ഇവിടെ ഐസ്ക്രീം ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് ഒരു കോൺ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ മുകളിലുള്ള ഈ ഒരു പാട്ട്, അതായത് ഐസ്ക്രീം ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒരു സർക്കിൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ലെ. എല്ലാവരും കോൺ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഐസ്ക്രീം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ആ കോണ് മാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് കാണാം. ഫസ്റ്റ് എന്താണ് അവിടെ വരുന്നത്? ഒരു സർക്കിൾ ഷേപ്പ് ആണ് അല്ലെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ താഴോട്ടേക്ക് ആ ബാക്കി പാട്ടും വരും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ എന്താ നമ്മുടെ റൈറ്റ് സർക്കുലാർ കോൺ എന്നുള്ളത്? ക്ലിയർ ആണല്ലോ. അപ്പൊ ആ കോണിനെ നമുക്ക് ഐസ്ക്രീം ഒക്കെ അങ്ങ് മാറ്റി വെക്കാം. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കോൺ ഐസ്ക്രീം എടുത്തത്. ഇനി നമുക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട അല്ലെ, നമുക്ക് ഇനി പഠിച്ചു തുടങ്ങാം. പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആ കോണിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഈ കോണ് നമ്മൾ ഇങ്ങനെ നേരെ പിടിക്കുന്ന സമയത്ത് നമുക്കത് അതിൽ നമ്മൾ ഐസ്ക്രീം ഒക്കെ ഫിൽ ചെയ്തു. അതിന് നിങ്ങളൊന്ന് തിരിച്ചു വെച്ച് നോക്കിക്കേ, അതായത് ഇൻവേർട്ടഡ് കോൺ ആക്കി വെച്ച് നോക്കിക്കേ. അപ്പൊ ഉണ്ടാവുന്ന ഫിഗർ ആണ് ഇവിടെ കൊടുത്തത്. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാം അല്ലെ. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ആ ടോപ്പിൽ കാണുന്ന സർക്കിൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോണിനെ ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ തിരിച്ചു വെച്ചപ്പോ നമുക്ക് കണ്ടില്ലേ, നമ്മുടെ ഈ ബോട്ടം പാർട്ട് സർക്കിളും ബാക്കി ഇതാ ഇങ്ങനെ ഒരു ഷേപ്പുമാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റൈറ്റ് സർക്കുലാർ കോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ കോണിനെ ചെറിയ പാർട്സുകളാക്കി മാറ്റാം. കോണിൽ കുറെ കാര്യങ്ങളുണ്ട്, അതാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. നമ്മൾ ആ കോണില് ജസ്റ്റ് കോണിന്റെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ കൊടുത്തു. എപ്പോഴും ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേർട്ടെക്സ് എന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ഒരു ബേസ് അല്ലെ, ആ ബേസിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ദാറ്റ് ഇസ് കോൾഡ് ദി ഹൈറ്റ്. അതാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയാം. അതന്നെയാണ് ഇവിടെയും ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് വേർട്ടെക്സ് അല്ലെ. ഈ വേർട്ടെക്സ് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എഡ്ജസ് ഉണ്ടാവും. എഡ്ജസ് നിന്നാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? വേർട്ടെക്സ് ഫോം ചെയ്യുന്നത്. ആ എഡ്ജസ് മീറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ ഇവിടെയാണ് വേർട്ടെക്സ് വരുന്നത്. സോ ആ വേർട്ടെക്സ് നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ബേസ് നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്.
ആ സർക്കിൾ ഷേപ്പിന്റെ സെന്ററിലോട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. സോ പെർപെൻഡിക്കുലർ മീനിങ് അവിടെ 90 ഡിഗ്രി ഫോം ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ റെഡ് കളറിൽ കണ്ടില്ലേ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വേർട്ടെക്സ് വന്നു, ഹൈറ്റ് വന്നു. ദെൻ ഇത് നമ്മുടെ സർക്കിൾ ആണ്, ബേസിൽ വരുന്ന ഷേപ്പ് സർക്കിൾ. നമുക്ക് സർക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. എന്താണ് ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന കാര്യം എന്താ? റേഡിയസ്, ഡയമീറ്റർ അല്ലെ. ഇതല്ലേ നമ്മൾ സർക്കിളിൽ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യം, റേഡിയസും ഡയമീറ്ററും. സോ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സർക്കിളിലെ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു നോക്കാം അല്ലെ. ഒരു സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ ഒരു സർക്കിൾ വരച്ച സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവും അല്ലെ. സർക്കിളിന്റെ സെന്റർ ഒക്കെ വെരി ഇമ്പോർട്ടന്റ് അല്ലെ. സെന്റർ ഉണ്ടാവും. ദെൻ ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ആ ലൈനിന്റെ രണ്ട് എൻഡിങ്ങും നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇത്ര മാത്രം വരച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? ഡയമീറ്റർ ആണോ? അല്ല, അത് സെന്ററിലൂടെ പാസ് ചെയ്തിട്ടില്ല. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെന്ററിലൂടെ പാസ് ചെയ്യണം. അതുപോലെ രണ്ട് എൻഡിങ്ങും എന്തായിരിക്കണം? ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യും വേണം. അപ്പൊ ഇത് വരില്ല അല്ലെ. നമുക്കിതാ സെന്ററിലൂടെ പാസ് ചെയ്തു. ഈ ആ ഒരു ലൈൻ സെഗ്മെന്റിന് രണ്ട് എൻഡും നമ്മുടെ സർക്കിളിലാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഡയമീറ്റർ. ഇനി ഈ ഡയമീറ്ററിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയസ് കിട്ടും അല്ലെ. ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയമീറ്ററിനെ നമ്മൾ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും. അതിന്റെ ഹാഫ് ആയിട്ടുള്ള റേഡിയസിനെ നമ്മൾ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഡി ആൻഡ് ആർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡിയും ആറും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അല്ലെ. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് ഡിയുടെ ഹാഫ് ആണ് ആർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആർ ഇസ് ഈക്വൽ ടു ഡി ബൈ 2 ആണ്, അല്ലെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു 2r ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർക്കിളിൽ വരുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്, ഡിയും ആറും തമ്മിൽ വരുന്ന റിലേഷൻ. സോ ആർ ഈക്വൽ ടു ഡി ബൈ 2 ആൻഡ് ഡി ഈക്വൽ ടു 2r. ഓക്കെ, ഡബിളും അതുപോലെ ഹാഫും ആണെന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നമ്മളെ സർക്കിൾ ആണ് താഴെ വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇവിടെ ബേസ് സർക്കിൾ ഷേപ്പ് ആൻഡ് സർക്കിൾ നമുക്കറിയാം ഡയമീറ്റർ ഉണ്ട്. സോ ഹാഫ് ഓഫ് ദി ഡയമീറ്റർ ദാറ്റ് ഇസ് കോൾഡ് ദി റേഡിയസ്. അപ്പൊ ഇതാ ഇവിടെ റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ്. ഇവിടെ ഹൈറ്റ് 90 ഡിഗ്രി ഫോം ചെയ്തു. അപ്പം ഹൈറ്റ് ആണ്. വേർട്ടെക്സ് എന്ന് നമ്മൾ സെന്ററിലോട്ട് വരച്ച് നമ്മൾ ഹൈറ്റ് കിട്ടി. ഇനി ഇവിടെ ഒരു എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ട്. അതായത് ഇവിടെ ഈ ഹൈറ്റിന്റെ അതേ ഇതിൽ വരുന്ന വേറൊരു പാട്ട് കണ്ടോ ഈ സൈഡില് കാണുന്നില്ലേ? സോ പക്ഷെ അതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ അല്ല വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സ്ലാന്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. ദാറ്റ് ഇസ് കോൾഡ് ദി സ്ലാന്റ് ഹൈറ്റ്. ഒരു സ്ലാന്റ് ലൈൻ ആണ്. ദാറ്റ് മീൻസ് സ്ലാന്റ് ഹൈറ്റ്. അപ്പം കോണിന്റെ കേസിൽ വരുമ്പം നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഏതൊക്കെ ടേംസ് നമുക്ക് അറിയണം? റേഡിയസ്. കാരണം ബേസ് സർക്കിൾ ആണ്. സോ സർക്കിൾ ആണെങ്കിൽ അവിടെ എന്തായാലും നമുക്ക് റേഡിയസ് വേണം. റേഡിയസ് ആർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ആണ്. ദെൻ ആ റേഡിയസിന്റെ ഡബിൾ ആണ് നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ ഇസ് ഡി. ദെൻ ഹൈറ്റ് വരുമ്പം നോർമൽ ഹൈറ്റും ഉണ്ട്, സ്ലാൻ ഹൈറ്റും ഉണ്ട്. ഓക്കെ, ഇത് നോർമൽ ഹൈറ്റ് ആണ്, ഇവിടെ സ്ലാൻ ഹൈറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഫിഗറിലോട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ട്? ഞാൻ ആ ട്രയാങ്കിളിനെ ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. എ ആൻഡ് ഇവിടെ ബി ആൻഡ് സി. കാണുന്നില്ലേ? ട്രയാങ്കിൾ ഫോം ചെയ്തു. ദാറ്റ് മീൻസ് 3 sided ക്ലോസ്ഡ് ഫിഗർ. ദാറ്റ് ഇസ് അവർ ട്രയാങ്കിൾ. അപ്പൊ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ ട്രയാങ്കിളിന്റെ ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. നമ്മൾ ഹൈറ്റ് ആയിട്ട് വരച്ചുകൊണ്ട് ദിസ് ആംഗിൾ ദാറ്റ് മീൻസ് ആംഗിൾ ബി ഇസ് 90 ഡിഗ്രി. 90 ഡിഗ്രി ആംഗിൾ ഇവിടെ ഫോം ചെയ്തു. അപ്പൊ 90 ഡിഗ്രി ആംഗിൾ വരുന്ന ട്രയാങ്കിൾസ് ആർ കോൾഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പം അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണെങ്കിലും നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു തിയറം ഉണ്ട്. ദാറ്റ് ഇസ് ദി പൈത്തഗോറസ് തിയറം. വെരി ഇമ്പോർട്ടന്റ് അല്ലെ. മാത്സ് പഠിക്കുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള തിയറമാണ് പൈത്തഗോറസ് തിയറം. അപ്പൊ ഇവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ചെയ്തൂടെ? കാരണം എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് നമ്മൾ പൈത്തഗോറസ് തിയറം എന്തിനാ അപ്ലൈ ചെയ്യുന്നത്? സൈഡ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ 2 സൈഡ് തന്ന് നെക്സ്റ്റ് സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യും. അപ്പം ഇവിടെയും പോസിബിൾ ആണ്. ട്രയാങ്കിൾ എ ബി സി ഇസ് ഏതാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം.
അപ്പം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇതാണ് 90 ഡിഗ്രി. ആംഗിൾ ബി ഇസ് 90 ഡിഗ്രി. ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം ആംഗിൾ ബി 90 ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ സോ ആ 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. സോ ദാറ്റ് ഇസ് ദി സ്ലാൻ ഹൈറ്റ്. അതാണ് നമ്മുടെ സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹൈറ്റും സ്ലാൻ ഹൈറ്റും ഉള്ളത് കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലെ. രണ്ടും ഹൈറ്റ് തന്നെയാണ്, ബട്ട് ഒന്ന് സ്ലാൻ ഹൈറ്റ് ആണ്. സോ നമുക്ക് സ്ലാൻ ഹൈറ്റിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്, ദാറ്റ് ഇസ് എൽ. എൽ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് നോർമൽ എച്ച്. കാരണം ഹൈറ്റ് എപ്പോഴും നമ്മൾ മാക്സിൽ എച്ച് ആയിട്ടല്ലേ എടുക്കുന്നത്, അത് എച്ച് ആയിട്ട് തന്നെ എടുക്കാം. ദെൻ അതുപോലെ നമ്മുടെ സ്ലാൻ ഹൈറ്റിനെ നമുക്ക് എൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ലെറ്റർ എൽ ആണ്. പിന്നെ ഇവിടെ താഴെ റേഡിയസ് ആണ്, ദാറ്റ് ഇസ് ആർ അല്ലെ. റേഡിയസ് എപ്പോഴും നമുക്ക് സ്മോൾ ലെറ്റർ ആർ ആണ്, അപ്പൊ അവിടെ റേഡിയസ് ആർ എന്ന് കൊടുത്തു. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മുടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പൈതഗോറസ് തിയറത്തിന്റെ ഇക്വേഷൻ? എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലെ. അതായത് ഹൈപ്പോട്ടനസ് എച്ചിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് എന്ന് എടുക്കാം, ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ഓക്കെ, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നല്ലേ. അപ്പം ഇവിടെ ഹൈപ്പോട്ടനസ് സ്ക്വയർ, ഹൈപ്പോട്ടനസ് എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇസ് കോൾഡ് ദി ഹൈപ്പോട്ടനസ്. ഓക്കെ, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഹൈപ്പോട്ടനസ് ഏതാണ്? സ്ലാൻ ഹൈറ്റ് ആണ്. ദിസ് ഇസ് 90 ഡിഗ്രി ആംഗിൾ. ബി ആണ് 90 ഡിഗ്രി ആംഗിൾ. സോ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സ്ലാൻ ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ എച്ച് എന്തായിട്ട് മാറി? എൽ ആയിട്ട് മാറി, എൽ സ്ക്വയർ. ഓക്കെ, എൽ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ബേസിൽ എന്തായിരിക്കുന്നത്? ബേസിൽ റേഡിയസ് ആണ്. സോ റേഡിയസിനെ റെപ്രസെന്റ് ചെയ്യാൻ ആർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആർ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹൈറ്റ്, അതിവിടെ ഹൈറ്റ് ആയിട്ട് തന്നെ ഉണ്ട് അല്ലെ. ഹൈറ്റ് എച്ച് സ്ക്വയർ. അപ്പൊ ഇത് നമ്മുടെ എച്ച് സ്ക്വയർ പ്ലസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജനറൽ ആയിട്ട് പൈതഗോറസ് തിയറത്തിന്റെ ഇക്വേഷൻ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ ഫിഗറിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് വന്നു? എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറിനായി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ എൽ ഇസ് സ്ലാൻ ഹൈറ്റ്, ആർ ഇസ് റേഡിയസ് ആൻഡ് എച്ച് ഇസ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, നമുക്ക് ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എല്ലും ആറും തന്നു, എച്ച് അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി എച്ച് ആൻഡ് ആറ് ഗിവൺ ആണ്, ദെൻ എൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഓരോരോ ടേംസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഇതിന് നമുക്ക് എൽ എടുക്കാം. ഇനി എൽ ആണ് കിട്ടണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് സ്ക്വയർ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം? റൂട്ട് അപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ ഇങ്ങനെയും നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. അപ്പൊ എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഓർ എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ നമ്മള് കോൺ ആണ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കോണിൽ തന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്? അപ്പൊ നമ്മൾ കോണിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്, നമ്മുടെ റൈറ്റ് സർക്കുലർ കോൺ. പക്ഷെ അതിലോട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തു അല്ലെ. നമ്മളൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ദെൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പൊ ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ കോണിന്റെ ബേസ് സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ സർക്കിളിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ അറിയണം, അതായത് ഡയമീറ്റർ, റേഡിയസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമുക്കറിയാം സർക്കിളിന്റെ ഏരിയ കാണാനും ഉള്ള ഇക്വേഷൻ, പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ഒക്കെ അറിയാം. എന്താണ് സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ? സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏരിയ, സർക്കിളിന്റെ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ. പിന്നെ നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി കൺസിഡർ ചെയ്തോണ്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് എൽ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. എൽ ഇസ് സ്ലാൻ ഹൈറ്റ്, ആർ ഇസ് റേഡിയസ് ആൻഡ് എച്ച് ഇസ് ഹൈറ്റ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്യണം. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ആൻഡ് കുറെ ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ടേംസ് ഒക്കെ മനസ്സിലാക്കാം.
സോ ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ ജസ്റ്റ് ഇതാ ഒരു ഫിഗർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ അവിടുത്തെ ഫിഗറിൽ നമ്മൾ സ്ലാൻ ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് റേഡിയസ് എന്നൊക്കെ വേർഡ്സ് ആയിട്ട് എഴുതിയതാണ്. അതിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തത്. ഹൈറ്റ് H, സ്ലാൻ ഹൈറ്റ് L ആൻഡ് റേഡിയസ് R. ഓക്കെ, ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ L യൂസ് ചെയ്യാം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണമെന്നില്ല, സ്മോൾ ലെറ്റർ L യൂസ് ചെയ്യാം. സോ അത് കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കാര്യമാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ സർഫസ് ഏരിയ പഠിക്കുമ്പോൾ കർവ്ഡ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ ഓർ ടോട്ടൽ സർഫസ് ഏരിയ, ഇത് രണ്ടും ആൻഡ് ടോട്ടൽ സർഫസും അതുപോലെ തന്നെ കർവ്ഡ് ഓർ ലാറ്ററലും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൈറ്റ് സർക്കുലാർ കോൺ ആണ് നമ്മുടെ സോളിഡ് ഫിഗർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ കോണിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഒരു കോണിനെ അതിന്റെ ഇന്നർ പാർട്സിൽ വരുന്ന കുറച്ച് ടേംസ്, ഹൈറ്റ്, സ്ലാൻ ഹൈറ്റ്, റേഡിയസ്, അതുപോലെ തന്നെ ഒരു പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷനും കിട്ടി, L² = R² + H² എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നേരെ കർവ്ഡ് സർഫസ് ഏരിയയിലോട്ട് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ. എന്താണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്? ടോട്ടൽ എന്ന് പറയുമ്പോൾ എല്ലാ ഫേസസിന്റെ ഏരിയാസും കൺസിഡർ ചെയ്യണം. ബട്ട് ഇൻ ദി കേസ് ഓഫ് കർവ്ഡ് ഓർ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് എന്തൊക്കെ ലീവ് ചെയ്യാം? നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം ഫേസസ് നമുക്ക് ലീവ് ചെയ്തിട്ട് വരുന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ CSA, അതായത് CSA എന്ന് പറഞ്ഞാൽ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ. ഇനി ലാറ്ററൽ ആണെങ്കിൽ LSA. ഓക്കെ, അപ്പൊ CSAയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് πRL ആണ്. πRL. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് അവിടെ പൈ ഒക്കെ വന്നു അല്ലെ? നമ്മുടെ കോണിൽ പൈ എങ്ങനെ വന്നു? നമുക്കറിയാം നമ്മുടെ കോണിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. സർക്കിൾ പഠിക്കുമ്പോ അവിടെ പൈ ഇല്ലാണ്ട് എന്ത് സർക്കിൾ അല്ലെ? അപ്പൊ എന്തായാലും പൈ വരും. ഓക്കെ, അപ്പൊ പൈ, ദെൻ R എന്ന് പറയുന്നത് എന്താ? റേഡിയസ്. ദെൻ L ഓൾറെഡി നമ്മൾ പഠിച്ചു, സ്ലാൻ ഹൈറ്റ്. സ്ലാൻ ഹൈറ്റിനെ നമ്മൾ L ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ πRL ഇസ് ദി CSA. CSA എന്ന് പറയുന്നത് എന്താണ്? πRL ആണ്. നമ്മൾക്കിപ്പോ ഒരു കോൺ തന്നിട്ട് അതിന്റെ CSA ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാല് അപ്പൊ അവിടെ എന്തായാലും കോണിന്റെ കേസ് CSA എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ LSA എന്ന് പറയുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ലീവ് ചെയ്തിട്ടുള്ളതാണ് ഏരിയ വരുന്നത്. പക്ഷെ നമ്മുടെ കോണിന്റെ കേസ് നമുക്ക് ടോപ്പിലൊന്നും ഇല്ല അല്ലെ, ജസ്റ്റ് ആ ഒരു എല്ലാ പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ബേസ് വരുന്നുണ്ട്. അപ്പൊ ആ ബേസ് ഇല്ലാണ്ട് കോണിന്റെ ഒരു പാർട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ നേരത്തെ ഫിഗർ കണ്ടപ്പം? ഇങ്ങനെ ഫിഗർ കാണുന്ന സമയത്ത് ഇവിടെ എന്തായാലും ഒരു ഷേപ്പ് ഒന്നും വരുന്നില്ല. താഴെയുള്ള ആ ഒരു സർക്കിള് നമ്മൾ മാറ്റും CSAക്ക്. നമുക്ക് ഇത്ര ഭാഗം മാത്രം മതി. അങ്ങനെ വരുന്ന ഇക്വേഷൻ ആണ് നമ്മുടെ πRL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻ കേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്ന സമയത്ത് ഇപ്പം L തന്നിട്ടില്ല, L തന്നില്ലെങ്കിൽ നമുക്ക് L ഫൈൻഡ് ചെയ്യാൻ അറിയാം അല്ലെ? നമ്മൾ പഠിച്ചു, നമ്മൾ ആ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തപ്പം നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചേ? L = √R² + H² എന്നാ പഠിച്ചേ. അല്ലെങ്കിൽ L² = R² + H², എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നാൽ നമുക്ക് റൂട്ട് എടുക്കേണ്ടി വരും. L മാത്രമാണ് നമുക്ക് വേണ്ടത്, കാരണം ഇവിടെ L² അല്ല, L ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, L = √R² + H². ഓക്കെ, അപ്പൊ നമുക്ക് L തന്നിട്ടില്ലെങ്കിൽ R ഉം H ഉം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് L ഫൈൻഡ് ചെയ്യാം, എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ πRL നമ്മുടെ ആ ബേസിൽ വരുന്ന എന്താണ് ബേസ് പാർട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതെയാണ് നമ്മൾ πRL എടുത്തിട്ടുള്ളത്. CSA ആണ്. ഓക്കെ, അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ നമ്മുടെ റൈറ്റ് സർക്കുലാർ കോണിന്റെ ഇക്വേഷൻ ആണ് πRL. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. ഇക്വേഷൻസ് പഠിക്കുക, ആ ഇക്വേഷൻസ് പ്രോബ്ലംസ് തരുമ്പോൾ അതിലോട്ട് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ വരുന്ന ഒരു എക്സ്ട്രാ ഇക്വേഷൻ ആണ് L = √R² + H² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടെ അറിഞ്ഞിരിക്കണം. രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് എന്താണ്? കർവ്ഡ് അല്ലെങ്കിൽ ലാറ്ററൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എപ്പോഴും എന്താ പഠിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പൊ ആ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഫേസസിന്റെ ഏരിയയും കൂടെ ഇൻക്ലൂഡഡ് ആണ് അല്ലെ? ടോപ്പും ബോട്ടവും സൈഡ്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ ആണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ നമ്മുടെ റൈറ്റ് സർക്കുലാർ കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ is πRL + πR². നിങ്ങൾക്ക് ഇത് എന്താന്ന് ക്ലിയർ ആയോ? കാരണം ഈ πRL നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെ? πRL എവിടെയാ കണ്ടേ? കർവ്ഡ് സർഫസ് ഏരിയയില് πRL ആയിരുന്നു ഇക്വേഷൻ. അപ്പൊ അതിന്റെ അകത്തുനിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് TSA എന്ന് പറയുമ്പോൾ
ടോപ്പ് ആൻഡ് ബോട്ടം വേണം. പക്ഷെ കോണിന്റെ കേസിൽ ടോപ്പ് ഇല്ല, ബട്ട് ബോട്ടം ഉണ്ട്. ബോട്ടം എന്താണ് ഷേപ്പ്? സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ബോട്ടം വരുന്നത് റൈറ്റ് സർക്കുലർ കോണിന്റെ കേസിൽ സർക്കിൾ ആണ്. അപ്പൊ ആ സർക്കിളിന്റെ ഏരിയയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനാണ് നമ്മൾ ഇവിടെ പൈ ആർ സ്ക്വയർ എടുത്തത്. അപ്പൊ നമ്മുടെ കോണിന്റെ കേർഡ് സർഫസ് ഏരിയ പൈ ആർ എൽ, അതിന്റെ കൂടെ നമ്മൾ പൈ ആർ സ്ക്വയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ സർഫസ് ഏരിയ കിട്ടി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ അത് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രണ്ട് ഇക്വേഷൻസിനും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം. ഓക്കെ, അതായത് ഈ പൈ ആർ എൽ ആൻഡ് പൈ ആർ സ്ക്വയറിൽ പൈ ആർ ഇസ് കോമൺ അല്ലെ? രണ്ടിലും പൈ ആർ കോമൺ ആണ്. അപ്പൊ ഞാൻ ആ പൈ ആറിനെ പുറത്തോട്ട് എടുത്തു. പിന്നെ വരുന്നത് എന്താണ്? എൽ പ്ലസ് ആർ ആണ്. അത് ബ്രാക്കറ്റിലും കൊടുത്തു. അപ്പൊ ഇത്രയും ചെയ്യുന്നതിനേക്കാളും സിമ്പിൾ എന്താണ്? ഇവിടെ രണ്ട് പൈക്കൊക്കെ വാല്യൂ കൊടുത്ത് ചെയ്യണം അല്ലെ? പൈയുടെ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ അതിലും ഈസി എന്താണ്? ഇവിടെ കോമൺ ഫാക്ടേഴ്സ് പൈ ആർ. പൈ ആറിന് നമ്മൾ പുറത്തെടുക്കുന്നു. ദെൻ അതിന്റെ അകത്ത് എല്ലും ആറും കൂടെ വാല്യൂസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ എന്നുള്ളത്? ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഇപ്പൊ നമ്മളിപ്പം ലാറ്ററൽ സർഫസ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണും അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോണും ആണ് പറഞ്ഞത് അല്ലെ ലാസ്റ്റ്. അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? പൈ ആർ എൽ ആണ്. സോ അതിൽ ആർ എസ് റേഡിയസ് ആൻഡ് എൽ എസ് ദി സ്ലാന്റ് ഹൈറ്റ്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ കർവ്ഡ് എന്താണ് ഡിഫറൻസ് വരുന്നത്? ടോപ്പും ബോട്ടവും ഇൻക്ലൂഡ് ചെയ്യും ടോട്ടലിന്റെ അകത്ത്. പക്ഷേ നമ്മുടെ കോണിന്റെ കേസിൽ ടോപ്പിൽ വരുന്നില്ല, ബട്ട് ബോട്ടത്തിൽ സർക്കിൾ വരുന്നുണ്ട്. അപ്പൊ സർക്കിളിന്റെ ഏരിയ ആണ് പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പൈ ആർ എല്ലിന്റെ കൂടെ പൈ ആർ സ്ക്വയറും കൂടെ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആയി. പക്ഷെ അതിനൊന്ന് സിമ്പിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നാ നോക്കാം. അപ്പൊ അതിനെ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ പൈ ആറിനെ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു. ദെൻ ബ്രാക്കറ്റിൽ എൽ പ്ലസ് ആർ വന്നു. ഓക്കെ, പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അതാണ് സിമ്പിൾ. പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ, ദാറ്റ് ഇസ് ദി ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മുടെ സർഫസ് ഏരിയ ആൻഡ് വോളിയത്തിൽ വരുന്ന ഫസ്റ്റത്തെ പാർട്ട്, അതായത് റൈറ്റ് സർക്കുലർ കോൺ ആണ്. ബട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് സോളിഡ് ഫിഗേഴ്സ് എന്താണ്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സോളിഡ് ഫിഗേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ സോളിഡ് ഫിഗേഴ്സ് എന്താണെന്നും ദെൻ റിയൽ ലൈഫിൽ എവിടെയൊക്കെ നമുക്ക് സോളിഡ് ഫിഗേഴ്സ് കാണാൻ പറ്റുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ റൈറ്റ് സർക്കുലർ കോണിനെ പറ്റി പഠിച്ചു. അപ്പൊ റൈറ്റ് സർക്കുലർ കോൺ പഠിച്ചപ്പോൾ അതിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ സർക്കിൾസിനെ കുറിച്ച് പഠിച്ചു. സർക്കിൾസിന്റെ ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞു, പൈ ആർ സ്ക്വയർ. ദെൻ അതുപോലെ തന്നെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു നമ്മുടെ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു റൈറ്റ് സർക്കുലർ കോണിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.